ഈ സമ്മർ വെക്കേഷനിൽ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ ഇതൊക്കെ എങ്ങനെ മാക്സിമം കുറക്കാം എന്ന് നോക്കിയാലോ. ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോണിനെ കാണുന്നത് അവരുടെ ഏറ്റവും ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ പോലെയാണ്. എന്നാൽ ഇത് അവരുടെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് എനിമിയായിട്ട് മാറുമെന്ന് നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. വഴക്ക് പറഞ്ഞോ പേടിപ്പിച്ചോ അല്ലാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു നല്ല ഫ്രണ്ടായിട്ട് വേണം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്കുണ്ടാകുന്നതെന്ന്? ഒരുപക്ഷെ നമ്മളുടെ സമയക്കുറവും അവരുടെ സമയക്കൂടുതലും കൊണ്ടായിരിക്കാം. ആദ്യമായി നമുക്ക് അവർക്കൊരു സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മേ ബി 1 hour a day. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഡേ മാത്രമേ ഫോൺ കിട്ടൂ എന്ന് അവർ മനസ്സിലാക്കണം. ഇതൊരു ഫ്രണ്ട്ലി അഗ്രിമെൻ്റ് ആയിരിക്കണേ, അല്ലാതെ ഒരു പണിഷ്മെൻ്റ് ഒന്നും ആവാൻ പാടില്ല. രണ്ടാമതായി, അപ്പോൾ ഒരു ചോദ്യം വരാം, ഇനി ബാക്കിയുള്ള ടൈം എന്താ ചെയ്യുന്നത്? നീ നോക്കണ്ട, ഇനി നിനക്ക് ഫോൺ തരില്ല എന്നൊന്നും പറയാതെ വാ നമുക്ക് കുറച്ച് സമയം എന്തെങ്കിലും കളിക്കാലോ, കുറച്ച് ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകണം. പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ ചില്ലറ ഔട്ട്ഡോർ ഗെയിംസൊക്കെ ആവാം. കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ച കളികളൊക്കെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അവരുടെ കൂടെ തന്നെ നിങ്ങളും കൂടണം. അല്ലാതെ നീ കളിക്ക് ഞാനിവിടുന്ന് നോക്കാം എന്ന മട്ടിലാണെങ്കിൽ അവർക്കും ബോറടിക്കും. സ്വന്തം മക്കളെ ഫോണിൻ്റെ മുന്നിൽ കെട്ടിയിടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അവരുടെ കൂടെ കളിക്കുന്നത്. മൂന്നാമതായി, റീഡിങ് നല്ലൊരു ഹോബിയായി വളർത്തിയെടുക്കാം. അവരെ കൊണ്ട് ലൈബ്രറിയിൽ പോകാം, ബുക്ക് സ്റ്റോളിൽ പോകാം. അവരുടെ ബുക്ക് അവരും സെലക്ട് ചെയ്യട്ടെ. ആദ്യം നിങ്ങൾ അവർക്ക് സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുത്ത് അവരൊരു ട്രാക്കിൽ കൊണ്ടുവന്നാൽ പിന്നെ 2 ബുക്ക് എടുക്കണം. ഒന്ന് അവർക്ക് വായിക്കാനും ഒന്ന് നിങ്ങൾക്ക് വായിക്കാനും. അങ്ങനെ അത് നിങ്ങളുടെ ഒരു റീഡിങ് ടൈം ആവട്ടെ. 4, ഇനി നിങ്ങൾക്ക് കിച്ചണിൽ കുറച്ച് വർക്ക് ഉണ്ടാകുമ്പോൾ അവരെയും കൂടെ കൂട്ടുക. കുട്ടി കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. അവരുടെ വർക്കിനെ മാക്സിമം എൻകറേജ് ഒക്കെ ചെയ്യണം. എന്നാൽ അത് അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. 5, ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ വൈകിട്ട് അതിനും കുറച്ച് സമയം മാറ്റിവെക്കാം. 6, നൈറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ചെയ്യാം. ക്യാരംസോ ചെസ്സോ ലുഡോ, അങ്ങനെ അതും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 7, അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾക്ക് നമുക്ക് നല്ല കുട്ടി റിവാർഡുകളൊക്കെ കൊടുക്കാം. ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സായോ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു ഹഗ്ഗായോ സ്റ്റോറി ബുക്കായോ അങ്ങനെ എന്തേലും. 8, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അഡിക്ഷനും നമുക്ക് കുറയ്ക്കാം.